Hi dears, Assalamualaikum, welcome back. മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മുട്ടയും പഴവും ബ്രെഡൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത്. പഴത്തിനൊക്കെ അത്യാവശ്യം നല്ല വിലക്കുറവാണ് അല്ലേ. ഈ ഒരു സമയത്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പൊ അതിന് തന്നെ ഞാൻ 3 പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് ഇതിലോട്ട് 2 ടീസ്പൂണോളം നെയ്യ് ചേർത്തെടുത്തിട്ട് ഈ ഒരു പഴം ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പൊ ഹൈ ഫ്ലെയിമിൽ തന്നെ വാട്ടിയെടുത്താൽ മതി. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളും. ഭയങ്കരമായിട്ട് ഉടങ്ങി പോകുമൊന്നും വേണ്ട കേട്ടോ, ഒന്ന് വാട്ടി എടുത്താൽ മതി. അപ്പൊ പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ അതിലോട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴം ഇവിടെ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇത്രയും മതി. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മിക്സിന്റെ ജാറാണ്. ഇതിലോട്ട് 4 മുട്ടയാണ് പൊട്ടിച്ച് വയ്ക്കേണ്ടത്. അപ്പൊ 4 മുട്ടയും ഈ മിക്സിന്റെ ജാറിലോട്ട് പൊട്ടിച്ച് വയ്ക്കാം. ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത് നല്ല എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്, എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പൊ ആ മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പഞ്ചസാരയാണ് ചേർത്തെടുക്കുന്നത്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. ഇതിലോട്ട് 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വാനില എസൻസും ഒഴിച്ചു കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പൊ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു 3 പഴത്തേക്ക് 3 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ സൈഡൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഞാനിപ്പോ കട്ട് ചെയ്ത് മാറ്റിയിട്ടൊന്നുമില്ല. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ പഴത്തിന്റെ മിക്സിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പഴവും ബ്രെഡും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതേപോലെ. അതിനുശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മുട്ടന്റെ മിക്സ് ഇല്ലേ, അതിൽ നിന്നും കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു പഴവും അതുപോലെ ബ്രെഡും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മിക്സ് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചെടുത്തിട്ട് എല്ലാ ഭാഗവും ഒരേ കനത്തിൽ വരുന്ന രീതിയിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ നമ്മുടെ സംഭവം റെഡിയായി കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്നാക്സ് റെസിപ്പിയാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ. അപ്പൊ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ അതാ ഞാനൊരു പാനിന്റെ മുകളിൽ ലോ ഫ്ലെയിമിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 45 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ ബേക്ക് ആയിട്ട് കിട്ടും കേട്ടോ. ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ കാണാനുള്ള ഒരു ഭംഗിക്ക് നിങ്ങൾക്ക് നട്ട്സ് ഒക്കെ ചേർത്തെടുക്കാം. അതുപോലെ തന്നെ ആ ഒരു മിക്സിങ്ങിലും നമുക്ക് നട്ട്സ് ഒക്കെ ചേർത്തെടുക്കാം കേട്ടോ, കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക്. അപ്പൊ അത് കുറച്ച് കിസ്മിസ് മുകളിലൊന്ന് ചേർത്തെടുത്തിട്ടുണ്ട്. അപ്പൊ 40 മിനിറ്റിന് ശേഷം അത് നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ചൂടാറിയതിനു ശേഷം നമുക്ക് ഈ ഒരു പാനിൽ നിന്നും എടുത്തു മാറ്റാം. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഉറപ്പായിട്ടും കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുത്ത് നോക്കുക കേട്ടോ, അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.